ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് മുട്ട വെച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണാം. മസാല വഴറ്റി സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ലോലിപോപ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനൊരു 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് മുട്ട ഓരോന്നും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. മൂന്ന് മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഇത്ര ഐറ്റംസ് കൂടി ചേർക്കണം. ഒരു മീഡിയം സൈസ് സവോള ചെറുതാക്കി ചോപ്പ് ചെയ്തത്, പിന്നെ 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയും ചേർത്ത ശേഷം ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ ഉരുട്ടുമ്പോൾ ഇങ്ങനെ ബോൾസ് ആക്കാൻ പറ്റണം. അപ്പോൾ അതാണ് ഇതിൻ്റെ പാകം. ഇനി കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയ ശേഷം ഇതുപോലെ ഓരോ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. നമ്മളെടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് പ്രകാരം ഇതുപോലത്തെ 14 എഗ് ബോൾസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആക്കുന്നതിന് വേണ്ട ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ടിയൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഓരോ ബോൾസും ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. എല്ലാനും ഒന്ന് കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഓരോന്നും മുട്ട മിക്സിൽ മുക്കുക. വീണ്ടും ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാനും നന്നായിട്ട് കോട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 2 സൈഡും കളർ മാറി മൊരിഞ്ഞ് വരുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചിട്ട ശേഷം നമുക്കിനി ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാനും ഇതുപോലൊന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ഫ്രൈഡ് എഗ് ബോൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്റ്റിക്ക് വെച്ച് എഗ് ലോലിപോപ്പ് ആയിട്ടോ നിങ്ങൾക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എഗ് ലോലിപോപ്പ് ആയിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഈ ഒരു സ്നാക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ഒരു സ്നാക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ. ഇഫ്താർ സ്പെഷ്യലായിട്ടായാലും വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പവും കഴിക്കാവുന്ന നല്ലൊരു ഈസി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.